മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഇനിയിപ്പോൾ ചിങ്ങമാസമായിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങമാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു മാസമാണ് അല്ലേ, നമ്മുടെ ഓണം. എല്ലാവർക്കും അങ്ങനെയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ. നമ്മളെ മനസ്സിനും ശരീരത്തിനും എന്തോ ഒരു പോസിറ്റീവ് എനർജി അത് തരുന്നൊരു മാസം അതാണല്ലേ ചിങ്ങപ്പുലരി, ചിങ്ങപ്പിറവി എന്നൊക്കെ പറയുമ്പം. ഇപ്പോൾ എത്രത്തോളം ജനങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പം കുറേയൊക്കെ എന്താ പറയുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അടിപൊളി ഡ്രസ്സ് ഇടുക, അടിപൊളി ഭക്ഷണം കഴിക്കുക, പുറത്ത് പോവുക, അടിച്ചു പൊളിക്കുക എന്നൊക്കെയുള്ള ചിന്താഗതിയായിട്ടാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അല്ലേ. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെയൊക്കെ കുട്ടിക്കാലം എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അവരൊക്കെ പറയുന്ന കേൾക്കലുണ്ട്. അവരൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചിക്കനൊക്കെ ഡെയിലി നമ്മളെ വീട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ മീൻ അല്ലേ, വലിയ വില കൂടിയ മീൻ, അല്ലെങ്കിൽ പിന്നെ ബീഫ്, ചിക്കൻ എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്ത് ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം. സദ്യ എന്നതിലുപരി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ, അങ്ങനെ കുറ്റമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, സദ്യ മാത്രം കഴിക്കുന്നവരുണ്ട്, അല്ലാണ്ട് നോൺ വെജ് ഉൾപ്പെടുത്തുന്നവരും ഉണ്ടാവുമല്ലോ, അവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ആ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ചിക്കനും മീനൊക്കെ വാങ്ങുന്നൊരു ദിവസം, ആ ഒരു ദിവസം മാത്രമാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എല്ലാ ദിവസവും നമ്മൾ ചിക്കനും മീനും ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മാറ്റമുണ്ട്. കാരണം അന്ന് അത് കഴിക്കാൻ വേണ്ടിയിട്ട് മക്കളും അവരൊക്കെ പറയുന്നത് കേട്ടതാണേ, അവരൊക്കെ കാത്തു നിൽക്കാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ, കഷ്ടപ്പെട്ട് ഓരോ ദിവസം പണിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ അന്ന് മുണ്ടും മടക്കി ഉടുത്തിട്ട് തന്നെയാണ്, അതായത് മുറുക്കി ഉടുത്തിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. നമ്മളെപ്പോലെ ഇങ്ങനെ ഒരുപാട് ആർഭാടത്തിലൊന്നും ജീവിച്ചവരായിരിക്കില്ല. എന്താണോ ഉള്ളത് അത് ഭക്ഷണമായിട്ട് കഴിക്കുക. അതിലപ്പുറം അവർക്ക് ഇന്നത്തെ പോലെ ഉടുത്തൊരുങ്ങി തരം ഡ്രസ്സ് മാറിയിടാനൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കറിയുന്ന കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കില്ലേ ഇത് തെറ്റായിട്ടൊന്നും ആരും കാണണ്ട കേട്ടോ. ഇതെല്ലാവരുടെ ജീവിതത്തിലും ഞാൻ കണ്ടറിഞ്ഞതും എന്നോട് പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എനിക്കും നല്ലൊരു മാസമാവട്ടെ, സന്തോഷപരമായിട്ടുള്ള ഒരു മാസമാവട്ടെ.